फ्री നമ്മൾ വേണേ കഴിച്ചു കാണിക്കുന്നതാണ് प्योर ओरिजिनल पे और ये सब रेशम थ्रेड है विद मुकेश है और डाइवल सारे पीसेस है ऑल पीसेस डाइवल hemoglobin in the atmosphere but why മത്സ്യനെ കാണാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഇതിൽ കൂടെ ഒളിഞ്ഞു നോക്കാം ഗൈസ് എന്റെ പൈസ പോയേ സസ്പെൻഷൻ പോരാ തല്ലിപ്പൊളി വണ്ടിയാണ് മാടാജച്ച് വിളിക്കായിരുന്നു. ഹലോ ഗൈസ്, എക്സിബിഷന്റെ വ്ളോഗ് എവിടെ എന്ന് ചോദിക്കണവർക്ക് ഇതാ നമ്മളിത് തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. കൂടുതൽ വർത്താനം ഒന്നുമില്ല. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരു ടിക്കറ്റിന് 50 രൂപയാണ്. അകത്തോട്ട് പോവാം. ഒരുപാട് തരം കുഞ്ഞി പില്ലോസ്, സ്ക്വയർ ആയിട്ടുള്ള പില്ലോസ്, ബെഡ്ഷീറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് സ്റ്റോളിനുള്ളിലോട്ട് കയറാം. ഇതായിട്ട് എൻട്രി ചെയ്യുമ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റിന്റെ കടകൾ തന്നെയാണ് കേട്ടോ ആദ്യം കാണുന്നത്. അതിലൊരു മാറ്റമില്ല. ഈ സ്റ്റോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഓർമ്മ തന്ന സ്റ്റോള്. നിങ്ങൾക്ക് അറിയായിരിക്കും, കഴിഞ്ഞ വട്ടം ഓരോ സാധനങ്ങൾ ടെസ്റ്റ് ചെയ്ത് അവസാനം നമ്മൾ സാധനം പൊട്ടിച്ചായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഞാനിവിടെ വെട്ടി ഒട്ടിക്കാം ഈ വീഡിയോ. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇത് ഓർക്കുന്നുണ്ട് ഗൈസ്, വെറൈറ്റി ആയിട്ടുള്ള നല്ല രസമില്ല. മഞ്ചാടിക്കുരി പോലെ ഇരിക്കുന്നു. ഈ മറ്റേ കൊറിയൻസ് വൈബുള്ള പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് തലയിൽ വെച്ചത് നടക്കാൻ പറ്റിയ ഒരു സാധനമാണ്. ചെറിയുടെ ഇപ്രാവശ്യം കുറെ വെറൈറ്റി സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട്. ക്ലിപ്പിടാ കളർ. കഴിഞ്ഞ വട്ടം ഈ കടയിൽ വന്നിട്ട് ഞാൻ ഒരു സാധനം പൊട്ടിച്ചായിരുന്നു. ഒരു സാധനം ഇങ്ങനെ ഞെക്കി കളിച്ചൊരു ബോളില്ലായിരുന്നു, ജെല്ലി ബോൾ പോലത്തെ സാധനം. പറഞ്ഞിട്ടില്ല. ഇതന്നെ ഓർക്കണ്ട. ഒന്നും പറഞ്ഞില്ല, പൈസ കൊടുത്തിട്ട് പോന്നു. സോഫ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതായി ഇവിടെ വന്നോട്ടോ. നല്ല അടിപൊളി കുഷ്യൻ സോഫകൾ, ഇതാ വെറൈറ്റി കളേഴ്സ്. രാജകീയമായിട്ട് ഇരിക്കണമെങ്കിൽ ഇതാ ഈ ചെയറിലൊക്കെ ഇരിക്കട്ടെ. ഓ ഗൈസ്, ഇവിടെ കുപ്പിയൊക്കെ വെക്കാനുള്ള സ്ലോട്ടൊക്കെ ഉണ്ട്. കണ്ട, നീ പോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. നല്ല അടിപൊളി ബെഡ്ഷീറ്റുകളൊക്കെ എഴുതിയിട്ടാ ഗൈസ്. എന്താണെന്നറിയോ, ഈ സാധനങ്ങൾ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാനുള്ളൊരു ക്ലിപ്പ് ഗൈസ്. പിന്നെ കുപ്പി, വെള്ളം നന്നായി കുടിക്കണം. നീ കണ്ടില്ലേ, ഈ രീതിക്ക് കട്ട് ചെയ്യുന്ന ചോപ്പിംഗ് ബോർഡ് ആയിരിക്കില്ല ഇത്. ബീൻസ് ഇങ്ങനെ നുറുങ്ങായിട്ട്, ഓണിയന്റെ റൗണ്ട് ഷേപ്പില്, ക്യാബേജിന്റെ ഈ ഷേപ്പിൽ, പൊട്ടാറ്റോ ഒക്കെ ഇതാക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് പണിത്. എത്ര വരുന്ന റേറ്റ്? 200 രൂപ ഇതിനല്ലേ? 200 രൂപയുടെ സെറ്റ്. ഓ ഉള്ളി മുറിക്കാനല്ലേ? കൈ മുറിയാതെ നമുക്ക് ഇപ്പത്തെ പിള്ളേർക്ക് അതാണ്, കൈ മുറിയാണ്ട് എല്ലാ സാധനങ്ങളും കിട്ടണം. ഈ ഒരു സാധനം കൂടി ഇതിന്റെ കൂടെ കിട്ടും. അത് ഓക്കെ. നല്ല എളുപ്പത്തില് പരിപാടി കഴിയട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. സ്ട്രോങ് ആണോ? വെരി സ്ട്രോങ്. ഇഡ്ലിയുടെ സാധനങ്ങള്, ഉണ്ണിയപ്പച്ചട്ടി എല്ലാം ഉണ്ട്. ദോശച്ചട്ടിയുടെ റേറ്റ് ഒക്കെ എത്രയാ? ദോശക്ക് നമുക്ക് നല്ല ചട്ടികളുണ്ട്. 400 രൂപ ഡിസ്കൗണ്ട് സെയിൽസ് ആണ്. 400 രൂപ ഡിസ്കൗണ്ട്. ഓക്കെ. ഈ ചേട്ടന്റെ കടയ്ക്ക് വന്നാൽ നല്ല ഡിസ്കൗണ്ട് ഒക്കെ ഇട്ട് തരും കേട്ടോ അല്ലെ? ഫിഷ് ഫ്രൈ ഒക്കെ ചെയ്യാൻ ഒരു ഇതെല്ലാം പാനുകളും ഉണ്ട്. എല്ലാത്തിനും നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും പാലക്കാടൻ കത്തികളല്ലേ, നല്ല മൂർച്ചയുണ്ടാവൂലേ? ചെമ്പുക്കാവ്. പാലക്കാട് ഞാൻ മിഞ്ഞാന്ന് വന്നുള്ള നെന്മാറ പൂരത്തിനല്ല, അവിടെ ഒരു മലയുണ്ടല്ലോ, അത് കാണാൻ വേണ്ടി. കത്തിക്കൊക്കെ എന്താ റേറ്റ്? ഈ കത്തിക്ക് 50 രൂപ മുതൽ 700, 1000, 1500 വരെയുള്ള കത്തികളുണ്ട്. അത്രയും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ. മൂർച്ച പൂലാന്ന് ഗ്യാരണ്ടിയാണ്. ഗൈസ്. അപ്പൊ ധൈര്യമായിട്ട് വന്ന് മേടിക്കാൻ പറ്റും. ചേട്ടന്റെ കടയിൽ വന്ന് എന്തായാലും കത്തി വാങ്ങണോട്ടാ. ഗ്യാരണ്ടിയാന്ന് പറയണം. ഗ്യാരണ്ടിയാണ്, ഒരിക്കലും പൂല. കത്തിക്ക് ഗ്യാരണ്ടി വരെ കൊടുക്കുന്ന കടകളാട്ടോ ഇവിടെ കാണുന്നത്. തൊട്ടടുത്ത് തന്നെ തൊപ്പികളുടെ കടകളാണിത്. ചൂടുകാലത്തൊക്കെ വെച്ചോണ്ട് തൊപ്പിയൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് ഫ്രീക്ക് നടക്കാനൊക്കെ പറ്റൂലേ. സാധാരണ ഞാൻ ഊട്ടിക്കൊക്കെ പോകുമ്പോൾ അത്രയും മാതിരി തൊപ്പികളൊക്കെ കാണുള്ളു. കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ. ഈ കുക്കിംഗ് വീഡിയോസ്, കുക്കിംഗ് വ്ളോഗ്സ്, പിന്നെ എസ്തെറ്റിക് ആയിട്ട് നല്ല സാധനങ്ങളൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും ഇവിടെയൊക്കെ വന്നോട്ടെ. നല്ല സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്, നല്ല ഭംഗിയുള്ള സാധനങ്ങൾ. വള സ്റ്റാൻഡ് ഒക്കെ കണ്ട. ഇതെനിക്ക് എപ്പോഴും ഭയങ്കര അതിശയമായിട്ടാ. ഇങ്ങനെ അട്ടിക്ക് ഗ്ലാസ് ജാർ ഇങ്ങനെ വെച്ചത് നോക്കി. ഇതൊക്കെ ഇങ്ങനെയല്ലേ ഇവർ പൊട്ടാണ്ട് നോക്കണേ. നമ്മുടെ കയ്യിലൊക്കെ ഒരു ഗ്ലാസ് കിട്ടിയാൽ മതി. എപ്പോൾ പൊട്ടിയത് ചോദിച്ചാൽ മതി അല്ലേ? പോയിന്റ് അല്ലേ? ആണോ? ഒരു കമന്റ് കിട്ടാ താഴെ. കുഞ്ഞു കപ്പുകളൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കണം നോക്കിയേ. മുന്തിരിക്കല് പോലെ കാണാൻ. ഓ രാജസ്ഥാനി
ഡ്രസ്സുകളുടെ കട എത്തി ഗൈസ്. അമ്മമാര് പെട്ടുപോകും ഇതിൻ്റെ ഉള്ളിൽ. എവറിത്തിങ് 1500 റേറ്റ്. റിച്ച് ഒരു കടയാണ് ഗൈസ്. ഡയമണ്ടിനെ വെല്ലുന്ന സാധനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതാ ഇവിടെ തൂങ്ങി കിടക്കുന്നുണ്ട്. പിള്ളേർക്ക് മാത്രമല്ല, ഞാൻ അറിഞ്ഞു വന്നത് ആൺപിള്ളേർക്കും വണ്ടിപ്പിരാന്ത് വണ്ടി ക്രൈസ് ഒക്കെ ഉള്ളവർക്ക് ഇത് ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു ടോയ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഹാൻഡ് ബാഗ്, സെല്ലിംഗ് ബാഗ്, ജൂട്ട് ബാഗ്, കോളേജ് ബാഗ്, നഴ്സറി ബാഗ്, എല്ലാം തരം ബാഗുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ലെതർ ബാഗ്, ഹാൻഡ് ബാഗ്, ജൂട്ട് ബാഗ്, സെല്ലിംഗ് ബാഗ്. ലെതർ ബാഗ്, ഹാൻഡ് ബാഗ്, ഇതൊക്കെ എന്ത് ബാഗാണ്? എല്ലാം പ്രായക്കാർക്ക് ഉപയോഗിക്കാം അല്ലേ? യു ഡോണ്ട് നോ മലയാളം? മലയാളം ബിഡ. മലയാളം ബിഡ. मैंने हिंदी ऑल्सो बिडा. कानपुर. कानपुर. लेदर वैरायटी. वारंटी उंडा? गारंटी? गारंटी है? हाँ गारंटी है. गारंटी है. स्ट्रॉंग मटेरियल. स्ट्रॉंग. स्ट्रॉंग क्वालिटी ഒക്കെ ഉണ്ടെന്നാ പറയണേ. जूट. ये जूट है. ഓക്കെ ഓക്കെ. കാൺപൂർ സ്പെഷ്യൽ കളക്ഷൻസ് ഒക്കെയാണ് ഇതാട്ടാ ഇത് കാണുന്നത്. അടിപൊളി കളേഴ്സ്, വെറൈറ്റി ലെതേഴ്സ് ഒക്കെ ഉണ്ട്. ജൂട്ടല്ല, അത് ജൂട്ട് മെറ്റീരിയൽ ആണ്. പുളി രാജസ്ഥാനി ചെരുപ്പുകളൊക്കെ കിട്ടുന്ന ഒരു കടയാട്ടാ ഗൈസ്. ഇത് കണ്ടില്ലേ, വെറൈറ്റി സാധനങ്ങള്. ചവിട്ടി അഴുക്കാക്കരുത് കേട്ടോ. ചെരുപ്പ് എന്തിനാന്ന് ചോദിക്കും. ഇവിടെയാണ് ഞാൻ വീട് പോകുന്നത്. നമുക്ക് പോയിട്ടൊന്ന് വരേക്കാം. ഇത് എള്ളുണ്ട മിഠായി, കപ്പലണ്ടി മിഠായി. കഴിഞ്ഞ വർഷം നമ്മൾ സിഗരറ്റ് മിഠായി അല്ലേ വാങ്ങിയത്? അതേ വരുന്ന് വിളിക്കുന്നു. ഇത് മറ്റേ ആനച്ചവിട്ടില്ലേ? പല്ലിരൊട്ടി. ഞങ്ങളിവിടെ ആനച്ചവിട്ടി. ഭാഗ്യമുണ്ടെ കോയിനും കിട്ടും. ഉറപ്പാണോ സ്വർണ്ണ വെച്ച്? ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിക്കാം. കാരണം നമ്മൾ മാജിക്കിന്റെ കട കണ്ട് ഗൈസ്. വാട്ടർ ബുക്ക് അതെവിടെ? എന്താ സംഭവം? വെള്ളം നിറച്ചിട്ട് അതിലാക്കി കഴിഞ്ഞാൽ ടെൻഷനായ സ്കെച്ചിൽ വെള്ളം നിറച്ചിട്ട് അതിലാക്കി കഴിഞ്ഞാൽ ചിത്രമുണ്ട്. അവനെടുക്കണ്ട, എന്നെ എടുത്തു പാവണ്ടോ വർത്താന്ന്. ടെൻഷനായിടാ. ഞാൻ പറയാം, സ്കെച്ചില് വെള്ളം നിറച്ചിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അതിലാക്കി കഴിഞ്ഞാൽ അതില് ഓൾറെഡി ചിത്രമുണ്ട്. അതില് വന്നോളൂ, 5 മിനിറ്റ് നിന്നോളൂ. ഓ എടാ, ഇതിലേ ഓൾറെഡി ഇതിലൊരു ചിത്രമുണ്ട്. ഇത് ഈ സാധനത്തോണ്ട് ഇത് വരച്ച് ഇത് മാറ്റി കഴിഞ്ഞാൽ ആ ചിത്രം വരും. അങ്ങനെയല്ലേടാ? ഉറപ്പല്ലേ? ഇതിനെത്ര വരണേ? വേറെ ഒരാള് വേറെ ഉണ്ട്. ആ സാധനം ഇങ്ങനെ മര്യാദക്ക് വർക്ക് ചെയ്യാന്നുണ്ട്. തിരിഞ്ഞിക്കണേ, ഇതൊരു ഇൻട്രോവർട്ട് കടയാന്ന് തോന്നുന്നുണ്ട്. ഇതെന്താ സാധനം മനസ്സിലായി ഗൈസ്? ചോക്ലേറ്റിന്റെ മണാണ് ഈ ബുക്കിന്. ഇത് തുറന്നു കഴിഞ്ഞാൽ ചോക്ലേറ്റ് പോലെ ഇഷ്ടപ്പെട്ട് പഠിക്കാം. ഇടില്ല, കട്ട് ചെയ്ത് കളയാം. 3 पीस 500. फिक्स्ड रेट है? फिक्स्ड प्राइस में 3 पीस 500. डिस्काउंट नहीं? डिस्काउंट है 1 पीस 200, 3 पीस 500. वेस्टर्न कुर्ती टाइप. ओके 2 पीस 500. 2 पीस 500. 1 പീസ് 350, 2 പീസ് 600. ഞാൻ ഈ കടയിൽ ആളായി പോയ. തൊട്ടടുത്തായിട്ട് തന്നെ നല്ല പ്രീമിയം, കുറച്ചും കൂടി ഒരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള ദുപ്പട്ട, സ്യൂട്ട്, അങ്ങനത്തെ ഒരു കട നമുക്ക് കാണാം കേട്ടോ. എന്ത് തൈലം? പുൽത്തൈല. അതെന്തിനു ഉപയോഗിക്കണേ? സ്മെല്ലൊക്കെ വരുമ്പോ കറിയൊക്കെ തുടക്കുമ്പോഴേ. ഓ അത് ശരി. പിന്നെ എണ്ണക്കൂട്ടുണ്ട്, പ്രകൃതി മരുന്ന് എണ്ണക്കൂട്ട്, ആയുർവേദം. എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് എന്തായാലും ഈ കടയില്. ഈച്ച മരുന്ന? അതെന്ത്? ഓ, ഈച്ച ശല്യമൊക്കെ ഉള്ള വീട്ടില് അടിച്ചു കൊടുക്ക ഈച്ച. ഓ, ഇങ്ങനെ ഒട്ടിച്ച് വെക്കാം അല്ലേ? ഇതേപോലെ ഒട്ടിച്ച് വെക്കാം. വീട്ടിൽ 6 മാസം ഉപയോഗിക്കാം. 6 മാസം വരെ ഉപയോഗിക്കാം അല്ലേ? 10-15 ദിവസം കൂടുമ്പോൾ ഒരു വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മേലെ വെള്ളം സ്പ്രേ കൊടുത്താൽ മതി. ഓ, 6 മാസം വരെ ഉപയോഗിക്കാം. ഇപ്പൊ 4 എന്താ തന്നെ? 4 60 രൂപ. 60 രൂപ. സാമ്പിളാണ് ചാർജുണ്ട്. എല്ലാ വീട്ടുകാരും ഇതൊരെണ്ണം വാങ്ങി മേടിക്കണം. നല്ലതായിരിക്കും കേട്ടോ. പുതിയതായിട്ട് വരുന്ന സിനിമാക്കാർക്കും ഡയറക്ടർമാർക്കൊക്കെ ഒരു ഐറ്റം ഞാൻ കാണിച്ചു തരാം. ഡയറക്ടർ തൊപ്പി. എന്നിട്ട് മന്ദാരം ക്യാപ്പ. ഇതൊന്ന് മന്ദാരം പോലെ ഇത് കുറെ നേരം ഞാൻ കയ്യിൽ പിടിക്കുന്നു. പല സ്ഥലത്തേക്ക് പോകുമ്പോഴേ ആൾക്കാർ എന്നെ ഒരു മാതിരി പോലെ നോക്കുക. സിഗരറ്റ് വലിക്കണ കുട്ടിയാണെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നത്. എന്തായാലും ഇതെടുത്ത് ബാഗിൽ. അതാണ് നമുക്ക് സേഫ്റ്റി. ഫ്ലവേഴ്സിന്റെ വിത്തുകളൊക്കെ ഉണ്ട്. നമ്മൾ ഇത് കഴിഞ്ഞ വർഷം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ നല്ല ഫ്ലവർ ഷോ എന്ന് മേടിച്ചത്. മിക്കതിൽ പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുവിധം എല്ലാം പൂവും ഇവിടെ കിട്ടും അല്ലേ? പൂവും പച്ചക്കറിയും ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്.
എത്ര റേറ്റ് ഒക്കെ വരുന്നത്? ഒരു പാക്കറ്റ് വരുമ്പം വിത്താണെങ്കിൽ 20 രൂപ, കിഴങ്ങുണ്ട് വെറൈറ്റി ആണ്, അതൊക്കെ 30-40 റേഞ്ച്. 30-40 ആ ഒരു റേറ്റിലല്ല. ഓ ഭയങ്കര അടിപൊളിയാട്ടാ. ചിക്കാർക്കൊക്കെ തുടക്കം കുറിക്കാൻ പറ്റിയ സ്ഥലമാട്ടോ അത്. കഴിച്ചു കഴിഞ്ഞാൽ മാറും. ജലദോഷം നീരൊഴിച്ചൊക്കെ ഉണ്ടെങ്കിൽ 1 ഗ്ലാസ് വെള്ളത്തിൽ 1 അല്ലി ഇട്ട് കുടിച്ചാൽ മതി. 4 ഗ്ലാസ്സിൽ വെള്ളത്തിൽ അതെ അതെ, പമ്പ അടക്കം. അംബാസിഡർ, ബസ് എല്ലാം മുറുക്ക. ഇവിടെ ഫെറാറി റോഷർ വരെ ഉണ്ട്. ഫെറാറി റോഷർ അതൊരു മിഠായില്ലേ? സോറി, ഫെറാറി. ഇനി വേണ്ട, കോഴിക്കുഞ്ഞിനെ വേണമെന്നുണ്ടെങ്കിൽ അത് എടുത്തോണ്ട് പോവാം. ഇത് നമ്മുടെ ലൈവ് കാണുന്നവർക്ക് സ്ഥിരം അറിയാം. ഞാൻ മേടിച്ചോണ്ട് പോകുന്ന ഒരു സാധനമാണ്. പരിചയമുള്ളവർ കമന്റ് ബില്ല്. അവിടെ ഇവിടേക്ക് താക്കോലൊക്കെ വെച്ച് പോണ അസുഖം നമ്മൾ പലർക്കും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു സാധനമാട്ടോ. അതേ കണ്ട കീ ഹോൾഡർ. ഓക്കെ. സ്വീറ്റ്സ്, എരിവുള്ള ഐറ്റംസ്, കപ്പലണ്ടി, അങ്ങനത്തെ സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. രാജസ്ഥാൻ സ്പെഷ്യൽ, ഗുജറാത്ത് സ്പെഷ്യൽ ഐറ്റംസ് ആട്ടോ ഗൈസ്. ഇവിടെ എത്തുമ്പോൾ നമ്മളെപ്പോഴും സ്ഥിരം ഫുൾ സ്റ്റോപ്പ് ഇടാറുണ്ട്. പക്ഷെ ഇന്നൊത്തില്ല. ചപ്പാത്തി മേയ്ക്കേണ്ട കടയുണ്ടല്ലേ? ഞാൻ കാണാണ്ടായി പോയി. അപ്പൊ കൊച്ചെന്നെ വിളിച്ച് കൊണ്ടുപോവാണ്. അവന്റെ പേരെന്താ? രോഹിത. എത്രയല്ല? ഇനി ആരൊക്കെ? പപ്പ അച്ഛനാണോ കൂടെ? ചേട്ടനാ? അച്ഛൻ. ഒരു അടിപൊളി സാധനം ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മളെ ഇടയിൽ എപ്പോഴും മിസ്സായി പോയി, തിരിച്ചു വന്നു. മൾട്ടിമേക്കറാണ്. ഇത് എണ്ണല്ലാണ് നമുക്ക് ചപ്പാത്തി, ദോശ, ഓംലേറ്റ്, അതേപോലെ ചിക്കനോ മട്ടനോ ബീഫോ ഫിഷോ എല്ലാ ഐറ്റംസും വിത്തൗട്ട് ഓയിൽ ഫ്രൈ ചെയ്യും. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടോളൂ. ഇത് ജസ്റ്റ് പകുതി വരെ കൊണ്ടുവരാം, ടച്ച് ചെയ്യുക, ഒട്ട പ്രസ് ചെയ്യുക. ഈ ഒട്ട പ്രസ് മതി നമുക്ക് ചപ്പാത്തി പറത്തിലേ. ഇതിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ, നമ്മൾ സാധാരണ വീട്ടിൽ ചപ്പാത്തി ഫുൾ കം മാത്രമല്ല, ഇത് ഈ ചപ്പാത്തി മേക്കറിൽ വിളിച്ചാൽ മതി, ചപ്പാത്തി പൊന്തി പുറത്തേക്ക് വരും. ഈ ബബിൾസ് ഒന്നും ഉടനെ ചപ്പാത്തി ഇതോട്ട് വലിക്കുക, മറിച്ചിടാം. എന്നിട്ട് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞത് നമുക്ക് സ്നേഹത്തോണ്ട് വിളിക്കുക, കണ്ണാ വാ, വിളിച്ചാൽ മതി, ചപ്പാത്തി പുറത്തേക്ക് വെക്കുക, വിളിക്കുക, കണ്ണാ വാ, പുറത്തേക്ക് വാ. ഈ കാലത്ത് കുട്ടികളെ വിളിച്ച കുട്ടികൾ വരില്ല, ബട്ട് നമ്മുടെ ചപ്പാത്തി മേക്കറിൽ ചപ്പാത്തി വാ എന്ന് വിളിച്ചാൽ ചപ്പാത്തി പൊന്തി പുറത്തേക്ക് വരും. ഇത്രയും സോഫ്റ്റ് ആയിട്ട് ബൊഫേസ് ആയിട്ട് നമുക്ക് ചപ്പാത്തി, ദോശ, ഓംലേറ്റ്, പപ്പടം, പുളിച്ച് എല്ലാ ഐറ്റംസും ഓയിൽ ഇല്ലാണ്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. ബുക്ക് ചെയ്താൽ നിങ്ങൾ വീട്ടിൽ വന്ന് ഡെമോ ആട്ടി തരും. നിങ്ങളുടെ വീട്ടിലത്തെ പൊടിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ വന്ന ഈ സാധനം മേടിക്കും. ഇതേപോലെ വന്നില്ലെങ്കിൽ ഇവിടെ ബുക്ക് ചെയ്ത പൈസ എടുക്കാൻ നിങ്ങൾ റിഫണ്ട് ചെയ്യും. അത്രയ്ക്ക് ഗ്യാരണ്ടിയാ നമ്മുടെ ചേട്ടൻ തന്നെ കേട്ടാ. അടിപൊളി ചപ്പാത്തി, ഭയങ്കര സോഫ്റ്റ്, പോരാ തന്നെ ഹെൽത്തി അല്ലേ? നമ്മള് കൊറേ കഴിഞ്ഞ് അവിടെ പോയി. എന്നിട്ട് അവൻ എന്നെ അവിടെ നിന്ന് വിളിച്ച് തിരിച്ച് ആ കടയ്ക്കെല്ലാം കൊണ്ടുപോയി കഴിച്ചു. കാന്താരി ഹൽവയുണ്ട്, കലിപ്പനുണ്ട്. ഇതാണോ കലിപ്പൻ? അത് ക്യാരറ്റ് അല്ല വേണം. ക്യാരറ്റ്, മാമ്പഴമുണ്ട്, ചക്കയുണ്ട്, ചക്ക ഹൽവ. ചക്കയുടെ സീസണല്ല, കൊല്ലത്തുനിന്ന് ചെയ്തു വരുന്നതാണ്, പ്രത്യേകം ചെയ്തു വരുന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് മറ്റേ സ്ട്രോബെറി ഇല്ലേ? അനാറാണോ? ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ടല്ലേ? 13 എത്ര? 13 തരം വെറൈറ്റീസ് ഉണ്ട് ഇവിടെ ഹൽവയുടെ. ഒരു അങ്ങനെ തന്നെ സ്റ്റോള് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ആ അതെ, മുതിർന്നവർക്ക് ബുക്കുകളൊക്കെ ഉണ്ട്. എനിക്കിഷ്ടമല്ല. ഐസ്ക്രീം. ഇതേ ചൂട് കാലത്ത് ഇത്രയധികം നടന്നു വന്നു കഴിഞ്ഞാൽ തിന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കടയാണ്. വെറൈറ്റി ഇത് കപ്പ് ഐറ്റംസ്, ഇത് ബാർ ഐറ്റംസ്, ഇത് കോൺ ഐറ്റംസ്. ഇതൊക്കെ ടേസ്റ്റിയാണ്. ഇതൊക്കെ പിള്ളേർക്ക് കളിക്കാൻ ടോയ്സ് വരുന്നുണ്ട് ഇതിനകത്ത്. ചോക്ലേറ്റിന് ഐറ്റംസ് ആണ്. ഇത് മസ്റ്റ് ട്രൈ ആണ്. എല്ലാം മസ്റ്റ് ട്രൈ ആണ്. നീ പൊളിയാണ്. ഫ്രീ ആയിട്ട് കൊടുക്കണ്ട? ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല. ഫ്രീ ആയിട്ട് നമ്മൾ വേണേ കഴിച്ചു കാണിക്കുന്നതാണ്. വൺ പഞ്ച് ഹൗ മച്ച് ഭയ്യ? 50. ബ്യൂട്ടിഫുൾ പ്രിന്റുകളൊക്കെ. ഇത് കഴിഞ്ഞിട്ട് ആടാ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാകാടാ. പ്രീമിയം ഐസ്ക്രീമിനുള്ള ഡെഡിക്കേഷൻ നോക്ക്. പ്രീമിയം കട അവിടെ താഴത്തോട്ട് നിന്ന് പള്ളിപ്പെരുന്നാളിന് അരങ്ങിട്ട പോലെയാണ് ഗൈസ് ഇവിടെ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടേക്കണ്. ഖാദി മെറ്റീരിയൽ അല്ലേ? ചിക്കൻ കാരി കളക്ഷൻസ്. पूरा न्यू वैरायटी है इसमें कॉटन में है, रियॉन है, जॉर्जेट है, मसलिन है, मुडाल है, अर्गंजा है। 1-2 पीस निकालें। प्योर बिस्कोस पे है ये, प्योर ओरिजिनल पे। और ये सब रेशम थ्रेड है, बिद मुकेश है और डाइवल सारे पीसेस हैं, ऑल पीसेस डाइवल है। सब न्यू पैटर्न, न्यू कलेक्शन, टोटल एम्ब्रॉयडरी डिफरेंट। एम्ब्रॉयडरी भी हमारे पास 25 तरीके की है, बकिया, पन्ना, मुर्री, घास पत्ती, सब तरीके की आपको। The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? ചൂടുകാലത്ത് കുടിക്കാൻ പറ്റിയ തണുത്ത ബത്തക്ക, പൈനാപ്പിള്, മാങ്ങ. ഇത് ഏത് മാങ്ങ? പ്രിയൂര്
അല്ല മാങ്ങ ഏതാടാ? മാങ്ങയാണ് മാവും ഉണ്ടാവണ ഒരു മാങ്ങയാണ്. ജ്യൂസ് അടിക്കാൻ പറ്റുന്നു. എന്താന്ന് പഞ്ചസാര ടേസ്റ്റ് ഉണ്ടോ? ഭയങ്കര ടിപ്സുകളാണ് എല്ലാരും ഇവിടെ തന്നെ. ഈ വീട്ടിലെ കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഭംഗിക്ക് എടുത്ത് വെക്കാൻ ഇഷ്ടപ്പെട്ടുള്ള ആൾക്കാർക്ക് ഈ കടയൊക്കെ അടിപൊളിയാട്ടാ. ഇവിടെ ഇപ്പൊ ആകെ 2-3 കട മാത്രമേ ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാ സ്റ്റോളുകളും തുറന്നിട്ടുണ്ട് കേട്ടോ. നിനക്കപ്പൊ ധൈര്യമായിട്ട് വരാം, ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട്. ടാൻ മാറുന്ന സോപ്പ് ഏതാ? ഇത് മുഖത്തെ കരിവാളിപ്പ്, വെയിൽ കൊണ്ട് സൺടാന്, പിമ്പിൾസിന്റെ പാടുകൾ മാറിയിട്ട് മുഖത്തിന് നല്ല തിളക്കം കിട്ടും. ഉറപ്പാ? ഓൺലൈനിൽ നോക്കിയാലും പിന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കടയിലൊക്കെ പോയി തപ്പിയാലും കിട്ടാത്ത പല സാധനങ്ങളും നമ്മൾ ഇങ്ങനത്തെ കടകൾ എക്സിബിഷനൊക്കെ വരുമ്പോൾ കാണാട്ടോ. അതും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ. കല്യാണ മണ്ഡപം പോലെ ഇത് ഈ പെയിന്റിങ് നോക്കി നല്ല എഫക്റ്റ് ഉണ്ട് അതിന്. സാധനം സൂപ്പറാട്ടാ. ഈ പെയിന്റിങ്ങിനെ കുറിച്ച് 2 വാക്ക്. ഇത് 5D പിക്ചറാണ്. ഇതിനർത്ഥം എന്താ? ഇതിനർത്ഥം എന്ന് വെച്ചാൽ ബുദ്ധനാണ്. ബുദ്ധൻ ഇങ്ങനെ ആക്കുമ്പോ കണ്ണടക്കി, ഇങ്ങനെ ആക്കുമ്പോ കണ്ണു തുറക്കും. സമാധാനത്തില് ബുദ്ധനൊക്കെ വെച്ച സമാധാനത്തില് പെയിന്റിംഗ് ഒക്കെ പോവും. അല്ല, പെയിന്റിംഗ് വെച്ച സമാധാനം കിട്ടും. പിന്നെ ഈ കടയില് ആനിമീസിന്റെ കുറെ ചെറിയ ചെറിയ ഫിഗേഴ്സ് ഉണ്ട്. ഇത് നല്ല രീതിക്ക് വിറ്റ് പോണ സാധനങ്ങളാണ്. ഇതിന്റെ പല റേറ്റിന്റെ സാധനം വരുന്നുണ്ട്. 230 രൂപയുടെ വരുന്നുണ്ട്, 320 വരുന്നുണ്ട്, 430, പിന്നെ 750 വലിയ സാധനമാണ് വരുന്നത്. എന്റെ പേര് ഇമ്മാനുവൽ. മിടുക്കനാട്ടാ. ചേച്ചി ഉണ്ടാക്കണോ? ഞാൻ ഉണ്ടാക്കണത്. ഇത് വാഴപ്പിണ്ടി ചുമന്ന കളറിലുള്ള ഡേറ്റ്സ്, ലെമൺ ഡേറ്റ്സ്, മിക്സഡ് ഫ്രൂട്ട്സ്, പൈനാപ്പിൾ ഡേറ്റ്സ്, മാംഗോ ഡേറ്റ്സ്. ഒരുപാട് വെറൈറ്റികളൊക്കെ ഉണ്ടല്ലേ? 50 വെറൈറ്റി ഉണ്ട്. പെരി പെരി മസാല, ചീസ് മസാല, ബട്ടർ മസാല, കാരമൽ ചോക്ലേറ്റ്, ടൊമാറ്റോയും ചീസും കാലിയാണ്. ഇതിന്റെ പാക്കേജിങ് കാണാൻ നല്ല ഭംഗിയുണ്ടല്ല. ഐസ്ക്രീമിന്റെ കോണ് പോലെ ഇരിക്കും. BJPയുടെ മാല. ഇവിടെ മത്സ്യകന്യകനൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. 120 രൂപ ടിക്കറ്റ്. ദേ നമ്മളൊന്നുമില്ലേ മത്സ്യകന്യകനെ കാണാൻ. കുട്ടികളൊക്കെ ആയിട്ട് ഇനി എന്തായാലും വന്നോ. കാരണം എല്ലാ സാധനങ്ങളും എല്ലാ ഐറ്റംസ് ഒക്കെ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ? മത്സ്യകന്യകനെ കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഇതിൽ കൂടെ ഒളിഞ്ഞു നോക്കാം ഗൈസ്. ജയം വരെ വിൽക്കാൻ എക്സിബിഷനിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാണിച്ചുതരാം. വെറുതെ സെൽഫി എടുക്കുക, ഇൻസ്റ്റയിൽ സ്റ്റോറി ഇടുക. ആരെ ടാഗ് ചെയ്യണം? ഞങ്ങളുടെ ഷോപ്പിന്റെ പേജ് ഉണ്ട്, മൊബൈൽ ഷോണാ. ഇന്നത്തെ ക്യൂ എന്ന് പറയുന്നത് റൈഡില് 5 ടിക്കറ്റ് നമ്മൾ ഫോളോ ചെയ്തവർക്ക് 5 ടിക്കറ്റ് കൊടുക്കും. നമ്മുടെ അടുത്ത് ചോദിക്കുന്നവർക്ക്. അമ്മേ, അപ്പൊ ഞാൻ ഫോളോ ചെയ്യട്ടെ? ഫോളോ ചെയ്യണമെങ്കിൽ 2 ടിക്കറ്റ് കിട്ടും. ടിപ്പ് തന്നെ കിട്ടുക? എവിടത്താ? എന്തിനു വേണ്ടേ? ബൂസ്റ്റ് ആണ്, ഹോർലിക്സ് ആണ്. ഉന്നൊക്കെ വെക്കട്ടെ. ഒരെണ്ണടി. അത് കൂട്ടോ? എന്റെ പൈസ പോയേ. ഇതിലൊരു ബോട്ടിങ് വരാറുണ്ട്, പക്ഷെ ഇപ്പൊ തുറന്നിട്ടില്ല തോന്നുന്നു. നമുക്ക് ഫോളോ ചെയ്തപ്പോ 2 ടിക്കറ്റ് കിട്ടിയിട്ട് അവൻ പൈസ കൊടുത്ത് ഈ ടിക്കറ്റ് വെച്ചിട്ടാ ഈ ഐറ്റത്തിൽ കയറാം. ഇത് വെറുതെ പോയിട്ട് അവിടെ കാണിച്ചു കൊടുത്താൽ മതി എന്നാ പറയണേ. ഞാൻ എക്സ്പീരിയൻസ്ഡാ. ഒരു വികാരമില്ലല്ലോ. സസ്പെൻഷൻ പോരാ, തല്ലിപ്പൊളി വണ്ടിയാണ്. മാറാജച്ച് വിളിക്കായിരുന്നു. ഇതിന് പിടിക്കേണ്ട ആവശ്യമേ ഇല്ല. പ്രോ ഓരോരുത്തരുടെ മുഖത്ത് എക്സ്പ്രസ് വല്ലാത്ത ജാതി എക്സ്പീരിയൻസ് തന്നെ ഗൈസ്. മുതലായി ഗെയിംസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് അധികം സ്റ്റോളുകളൊന്നും ആയിട്ടില്ല കേട്ടോ. എനിവേ അതോട് കഴിഞ്ഞോടുകൂടി വയറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ആന്തല്. ഇത്രയുള്ള ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഏത് ഐറ്റത്തിലാണ് കയറാന്നുള്ളത് താഴെ കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.